സാന്നിധ്യം കൊണ്ട് ഇന്ന് പോൽക്കാലം നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. May the Lord bless us with His presence today. സോ ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. Since today is Father's Day, my message will be in the theme of the Father's Day. Correct. അപ്പം അത് നമ്മൾ ഇന്ന് പകൽക്കാലം ഞാനിപ്പം ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഫാദേഴ്സിനോട് മാത്രമാണ് പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതെല്ലാവർക്കും കൂടെയുള്ള ഒരു മെസ്സേജാണ്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും എല്ലാവർക്കും ആ വചനം ഏറ്റെടുക്കാനായി കർത്താവ് നമ്മെ സഹായിക്കും. So the message is going to be for everyone. Please do not have a wrong impression that it will be only for the men or the fathers. ഞാൻ ഈ മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് പറയുമ്പോൾ ആർക്കും ഒന്നും കിട്ടാതെ പോകും ചിലപ്പോൾ. അപ്പം കംപ്ലീറ്റ്ലി അത് ഇംഗ്ലീഷിൽ കിട്ടുവാണെങ്കിൽ മലയാളം അറിയാത്തവർക്ക് അതൊരു സന്തോഷമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്ത്. Yeah, so that it will benefit every one of us. Only we are making this arrangement. അപ്പം ഇന്ന് പകൽക്കാലം ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തീം ടൈറ്റിൽ, സാധാരണ ഞാൻ പവർ പോയിന്റ്സ് ഉണ്ടാക്കാറുണ്ട്, ഇന്നത്തെ മെസ്സേജിന് പവർ പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Let us focus on the word of God. Whatever you have to receive, I will deliver it to you, and may we be blessed receiving from the Lord. അപ്പം ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ദ ഇമ്പാക്ട് ഓഫ് പാരന്റ്സ് ഇമ്പാർട്ടേഷൻ എന്നാണ്. അതായത് മാതാപിതാക്കളുടെ പകർച്ചയുടെ ശക്തിയായ സ്വാധീനം എന്നുള്ളൊരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. So what I'm going to speak today is about the topic parents impartation to their children. The impact of the impartation of parents. The impact of the impartation of parents. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് അവരെ ഇമ്പാക്ട് ചെയ്യണമെങ്കിൽ ചില ഇമ്പാർട്ടേഷൻസ് ഉണ്ടാകണം, ചില ട്രാൻസ്മിഷൻസ് നടക്കണം. So if the children of God-fearing parents need to have an impact, then there has to be some kind of impartation or transmission. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ മോശ പറയാറുള്ള വാക്ക് നമ്മൾ പറയാറുണ്ടെന്നാണ്, കർത്താവേ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. Many a times when we pray, we use what Moses has said in the Psalms, Lord, for generations and generations, you have been our fortress. മോശ സങ്കീർത്തനം എഴുതുന്ന ഉടനെ തന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയാമോ? മോശ പറയുകയാണ്, എനിക്ക് മുൻപുണ്ടായിരുന്ന തലമുറ, എൻ്റെ ഈ തലമുറ, ഇനി വരാനിരിക്കുന്ന തലമുറ, ഇവർക്ക് എല്ലാവർക്കും ദൈവം ആരാണ്? ഒരു സങ്കേതമായിട്ട് നിലകൊള്ളുന്നു. So Moses was thinking that my generation, the previous generation and the next generation, for all of them, God should be their fortress. അപ്പോൾ നമ്മുടെ എല്ലാം ജനറേഷനുകളിൽ, നമ്മുടെ എല്ലാം തലമുറകളിൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. So we must all understand that in our generations, we must understand about God's presence in our lives. നമുക്കറിയാം, നമ്മുടെ സഭയിലാണെങ്കിൽ പോലും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ഏജേഴ്സ് ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, യങ് കിഡ്സ് ഉണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഉടനെ ഉണ്ടല്ലോ, ഒരുമിച്ചുള്ള ആരാധനയിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കാനും എൻജോയ് ചെയ്യാനായിട്ട് കഴിയണം. We are here, people gathered of all ages, but when we all come together and when we worship the Lord, we will truly enjoy His presence in our lives. അപ്പോൾ ഇന്ന് ഞാൻ മാതാപിതാക്കളിൽ നിന്നും എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് ഒരു പകർച്ച ഉണ്ടാകുന്നത്, ഏതെല്ലാം കാര്യങ്ങളാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക്, മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. What I am desiring to speak today is how parents can transfer or impart things to their children. Book of Hebrews chapter 11 verse 24 നമുക്ക് വായിക്കാം. Hebrews 11:24. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 24 വാക്യം വായിക്കാം. അവിടെ നമ്മൾ പ്രത്യേകം കാണുന്ന ഒരു വാക്ക് എന്താണെന്നറിയാമോ? മോശ താൻ വളർന്നപ്പോൾ. When he had grown up, we see a particular verse over there. മോശ താൻ വളർന്നപ്പോൾ. By Moses when he had grown up. ഞാൻ പറഞ്ഞല്ലോ പവർ പോയിന്റ്സ് ഇല്ല, നിങ്ങൾക്ക് വാക്യം കാണിക്കാമെങ്കിൽ ബൈബിൾ വേഴ്സസ് അവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. വേഴ്സ് വ്യൂ വല്ലതും ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. സോ അവിടെ എന്താ കണ്ടത്? മോശ താൻ വളർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മോശ വളരുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം എല്ലാ കുട്ടികളും ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരും.
every child, once they are born, they will grow. Here also it's written about Moses, about his growth or growing up. പക്ഷേ ആ കുട്ടിയുടെ ജനനം എപ്പോഴായിരുന്നു, ജനിച്ചപ്പോൾ സർക്കംസ്റ്റാൻസസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. But when we see the circumstances and the context when Moses was born, there was every reason there could be some impediment or obstacles in his growth. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ വളർന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോശ വളർന്നു എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് മോശ വളർന്നതല്ല ആദ്യം നടന്നത്, ജനിച്ചതാണ് ആദ്യം നടന്നത്. So when we talk about Moses' growth, we must understand one thing: before the growing up period, he was born. നിങ്ങൾ ഓർക്കണം, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന എൻവയൺമെന്റ് വളരെ ഒത്തിരി ഫാക്ടർ ഉണ്ടെന്നറിയാമോ? ആ കുഞ്ഞിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒത്തിരി ഘടകങ്ങൾ ആ കുഞ്ഞിന്റെ ചുറ്റിലുമുണ്ട്. So we must realize when a child is born, he or she is born in such a circumstances, and his growth would depend on several factors and the context of the situation he is in. എന്ന് പറഞ്ഞാൽ അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചിലപ്പോൾ ആ കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ കുടുംബത്തിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരുപക്ഷെ ആ കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഏതെല്ലാം സിറ്റുവേഷനിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്, മാതാപിതാക്കൾ കടന്നു പോകുന്നത്, അതെല്ലാം ഈ കുഞ്ഞിനെ ബാധിക്കാനുള്ള, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. So we must understand that in every sense the child could be influenced in the circumstances they are in. It could be political, financial, religious, cultural. എന്നാൽ മോശ ജനിച്ച സമയത്ത് അവന്റെ ആ സ്വാധീനം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലോകത്തിലെ യാതൊന്നിന്റെയും സ്വാധീനമല്ലായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ഒരു സ്വാധീനം ആ കുഞ്ഞിന്മേലുണ്ടായിരുന്നു. But when we see the life of Moses, we can see that God had a mighty influence in his life. കുഞ്ഞ് ജനിച്ചപ്പോൾ, മോശ ജനിച്ചപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു, വളരെ ഭീതിജനകമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. In a fearful time was Moses born. നമ്മൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ആ മോസസ് എന്ന് പറയുന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തിക്തമായിരിക്കുന്ന അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, മരണത്തിന്റെ അവസ്ഥകൾ, ഇതെല്ലാം നമ്മളവിടെ കാണുന്നുണ്ട്. Well, we can see in Exodus 1 and 2, the time when Moses was born, it was such a fearful time where even death was, where he was facing death. മോശക്കുഞ്ഞ് ജനിക്കുമ്പോൾ സ്തോത്രം, അവന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത് മിസ്രൈമിലാണ്. അവിടെ വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് അവർ പോകുന്നത്. And we must understand there, when he was born, parents were going in Egypt in a time, in a very fearful period. ആ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, മോശ ജനിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനം, യഹൂദന്മാരുടെ എണ്ണത്തിൽ അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ ഫറവോൻ രാജാവ് അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. And we can see in Exodus 1 and 2 that the children of Israel during the time of Moses, they were growing in number, and the king of Egypt, Pharaoh, he was fearful about their increase. മോശയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്നറിയാമല്ലോ? അമ്രാം ആൻഡ് ജോക്കബേദ്. അവർ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത്. And we know Moses was born in a very tough period when his parents Amram and Jochebed was going through. അപ്പോൾ തന്നെ യഹൂദ ജാതി അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തിലും അവർ പെരുകി വളരെ ശക്തന്മാരായിട്ട് എണ്ണത്തിൽ സംഖ്യയിൽ ഒത്തിരി കൂടിക്കൂടി വരുന്നു, വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഫറവോൻ രാജാവിന് അത് ഇഷ്ടപ്പെടാതെ വരുന്നു. And Pharaoh didn't like that the children of Israel were growing in number. അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ഇസ്രായേലിലെ രാജാവ് ഒരു തീരുമാനമെടുത്തു, ഇവിടുത്തെ ആൺകുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്തേക്കാം, കൊന്നുകളഞ്ഞേക്കാം. And keeping their number, the Pharaoh took a decision: let us kill all the male newborns. ആദ്യത്തെ സ്കീം എന്താണെന്ന് അറിയാമോ? What was his first plot? അവിടുത്തെ എബ്രായ സ്ത്രീകൾ കുഞ്ഞിനെ ജനിപ്പിക്കാൻ തുടങ്ങുന്ന ഉടനെ ആ സമയത്ത് അവിടെ ചെന്നേച്ച് സൂതികർമ്മികൾ എന്ത് ചെയ്യണം, അവിടെ ചെന്നേച്ച് ആ കുഞ്ഞിനെ എന്ത് ചെയ്തേക്കണം, ആൺകുഞ്ഞാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം, പെൺകുഞ്ഞാണെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. So the first plot was kill the newborn child when the Hebrew he told the Hebrew midwives to kill the newborn male child at the time of birth. പക്ഷെ കർത്താവിന്റെ ഒരു പ്രവൃത്തി മോസസിന് ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന്
ആമേൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് അയ്യോ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവര് ആമേൻ അതിൽ നിന്ന് മാറി നിന്ന് കൊല്ലാതെ രക്ഷപ്പെടുത്തി എന്ന് മിസ്രയീം രാജാവ് കണ്ടപ്പോൾ അവൻ പറയുകയാണ്, അല്ലല്ല അങ്ങനെ ചെയ്താൽ പറ്റത്തില്ല, നിങ്ങൾ എന്താണ് ആ കുഞ്ഞുങ്ങളെ കൊല്ലാഞ്ഞത് എന്ന് അവരോട് ചോദിക്കുന്നു. But since God's favor was on Moses, the Hebrew midwives had favor on him and didn't follow the instructions of Pharaoh, and Pharaoh was not happy. He asked them, why did you not kill the boy? അപ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപേ തന്നെ ഈ എബ്രായ സ്ത്രീകൾ എന്ത് ചെയ്യുക, അങ്ങ് പ്രസവിക്കുക. അവർ ഭയങ്കര തികവുള്ളതാണ്, പെർഫെക്റ്റ് ആയിട്ടാ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കൊല്ലാൻ ഒക്കുന്നില്ല. So what this excuse the midwives gave is that they are very strong, and so before we reach, the process is already over. എന്നാൽ അടുത്തതായിട്ട് അടുത്ത സ്കീം എന്താണെന്നറിയാമോ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ മുഴുവൻ എന്ത് ചെയ്യേ, നദിയിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞേക്കാം, കൊന്നു കളഞ്ഞേക്കാം. Now he came out with another order, and that is to throw off the newborn male child to the river Nile. എന്നാൽ അതേസമയം അവന് മോശസ് ജനിച്ചു കഴിയുന്ന ഉടനെ ഇതെല്ലാം അവിടെ പ്രശ്നമാണെങ്കിലും ഉണ്ടല്ലോ, ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് അവിടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. But we read that God's special protection was on Moses during this tough time. ആമേൻ. ഈ മനുഷ്യൻ, ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്ന ഉടനെ അവൻ സിറ്റുവേഷൻ വളരെ മോശമാണ്, വളരെ ഭീതിജനകമാണ്. അവൻ മരിക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന, കൊന്നുകളയാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ജനിച്ചതായിരിക്കുന്ന മോസസ് എന്ന് പറയുന്ന കുഞ്ഞുണ്ടല്ലോ, നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-27 വായിക്കുമ്പോൾ അവൻ നല്ലൊരു തീരുമാനം എടുക്കത്തക്കവണ്ണമുള്ളതായിരിക്കുന്ന മച്യൂരിറ്റിയിലേക്ക് അവൻ വളർന്നു വന്നതാണ് കാണുന്നത്. And we can see in the life of Moses that when we see in Hebrews 11:23-27 that he had taken certain decisions and purposed in his heart to follow God and his ways. ഒന്ന് വായിക്കാമോ അത്? Hebrews chapter 11 verses 24-27 അവിടെ എന്ത് ഡിസിഷനാണ്, എന്ത് തീരുമാനമാണ് മോസസ് എടുത്തതെന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കണം, അതിന് താഴോട്ടുള്ള വാക്യം എല്ലാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് താൻ എടുത്ത തീരുമാനം വളരെ മെച്യൂരിറ്റിയുടെ തീരുമാനമായിരുന്നു. We can see that he took a great decision which shows great maturity. മോസസ് വളർന്നു വന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ മോശപ്പെട്ടതായിരുന്നു. The circumstances where Moses was living was very bad. അവൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഈജിപ്തിലായിരുന്നു അവൻ ജീവിച്ചത് കുറെ നാള്. അവൻ ഫറവോന്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. എങ്ങനെ വേണമെങ്കിലും ആ കുഞ്ഞിന് ജീവിച്ച് വളർന്നു വരാമായിരുന്നു. He was living in Egypt. He grew up in the palace of Pharaoh. He could have lived anyhow he wanted. നമ്മൾ വായിക്കുന്ന ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേര് വരെ അവനെ കിട്ടിയിട്ട് അവൻ അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളും അവൻ എൻജോയ് ചെയ്യാമായിരുന്നു. ഈ ലോകപ്രകാരം അവന് ജീവിക്കാമായിരുന്നു. പക്ഷെ അവനൊരു തീരുമാനമെടുത്ത്, എന്താണെന്നറിയാമോ, ഞാൻ ഇതനുസരിച്ചല്ല ജീവിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിന്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. And we can see that he was known as the son of Pharaoh's daughter, and he chose to live according to God's will, even if he has to go through sufferings and difficulty. ആമേൻ. അവൻ ജനിച്ച സിറ്റുവേഷൻ മോശമാണെങ്കിലും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അവന്റെ മാതാപിതാക്കളിൽ നിന്ന് ഇമ്പാർട്ട് ചെയ്യപ്പെട്ട, അവന്റെ മാതാപിതാക്കളിൽ നിന്ന് അവൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട, പകരപ്പെട്ടതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗുണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. The only reason that he did not live anyhow he wanted in spite of those privileges was because he had parents who imparted certain things to him. എന്തൊക്കെയാണ് അവന്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നിലേക്ക് പകരപ്പെട്ടതായിരിക്കുന്ന ഗുണങ്ങൾ നമുക്ക് ചിന്തിക്കാം. And let us think about what things he received from his parents. ഒന്നാമതായിട്ട് തന്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നിലേക്ക് വ്യാപരിച്ചതായിരിക്കുന്ന, പകർന്നു കൊടുത്തതായിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് optimistic thinking ആണ്, ശുഭാപ്തി വിശ്വാസമാണ് അവന്റെ അടുത്തോട്ട് കൊടുത്തത്. So one thing that he got from his parents was to think positive. പല ആൾക്കാരും ഉണ്ട് ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? അശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെടാ നീ നന്നാവാൻ പോകുന്നില്ല, അമ്മേ കുഞ്ഞുങ്ങളോട് പറയും ഓ ഇതൊന്നും ശരിയാകത്തില്ല, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് അശുഭാപ്തി വിശ്വാസം, പെസിമിസം ഉള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. There are a lot of people who are pessimistic. I mean, they have doubts and they feel that things are not going to work. So there are lots of people like that. പക്ഷേ ഈ മാതാപിതാക്കളുടെ പ്രത്യേകത എന്നറിയാമോ?
അവർ ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അവനോട് ഒരിക്കലും അവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞു കൊടുത്തത്, അവനോട് പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. But a good characteristic his parents had, that they were optimistic and they said all optimism or positive. ഞാൻ വിശ്വസിച്ചിരുന്ന എന്താ കാര്യം എന്നറിയാമോ? കുഞ്ഞിന്റെ മോസസിന്റെ അമ്മ തന്നെയാണ് എന്ത് ചെയ്തത്, ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവിടെ പോയതല്ലേ. അപ്പം ഫീഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇതിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, ആ കുഞ്ഞിന്റെ ചെവിയിലോട്ട് പറഞ്ഞു കൊടുത്തു കാണും, മോനെ നീ ആരാണെന്ന് നീ ഓർത്തോണം, നിന്നെ എങ്ങനെയാണ് കർത്താവ് കൊണ്ടുവന്നതെന്ന് നീ ഓർത്തോണം. നീ ജനിച്ചപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്നതായിരുന്നു, പക്ഷെ നീ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തിന്റെ നല്ല നല്ല വചനങ്ങൾ അവന്റെ ചെവിയിൽ കൊടുത്തുകൊണ്ടായിരിക്കണം ആ കുഞ്ഞിന് എന്ത് ചെയ്തത്, ഫീഡ് ചെയ്തുകൊണ്ട്. And we know that it was Moses' mother who took care of him when he was young, feeding him. And at that point of time, I'm thinking that she would have said words to his ears that you are a child of God, you are separated, all those kinds of good words. അവനിലേക്ക് പകരപ്പെട്ടതായ ആ മാതാപിതാക്കളുടെ ആ ശുഭാപ്തി വിശ്വാസം അവനിലും വളരുവാൻ തുടങ്ങി. And we can see because of his parents' influence, the optimism nature started developing in his life as well. ആ ശുഭാപ്തി വിശ്വാസത്തിന്റെ തെളിവാണ് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ ശുഭാപ്തി വിശ്വാസത്തോടെ എന്ത് ചെയ്തു, ആ കുഞ്ഞിനെ 3 മാസം വീട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. When he was born, as per the order of the king, he should have been killed. But the proof that his parents were optimistic was they hid him and preserved him in a basket, and he survived. 3 മാസം ഒരു വീടിനകത്ത് ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം അവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. For 3 months you cannot hide. It's difficult to hide a child because they have a tendency to cry. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ കുഞ്ഞ് കരഞ്ഞു കാണത്തില്ലേ 3 മാസം? വളരെയധികം കരയുന്ന സമയമാണ്. അവരന്നേരം ചിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു 6 മാസമൊക്കെ ആകുമ്പോഴേ ശരിക്കും ചിരിക്കാൻ തുടങ്ങത്തുള്ളൂ. എന്നാൽ ഇപ്പൊ ഈ 3 മാസം വരെ എന്ത് ചെയ്തോണ്ടിരിക്കും, കരഞ്ഞോണ്ടിരിക്കും. നമ്മൾ ചിലപ്പം പിള്ളേർ കീറ്റ കൊച്ചാന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ് ഏത് നേരത്ത് നോക്കിയാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ് ഈ കൊച്ചു പിള്ളേർ എന്ന് പറയുന്നത്. So we know small children generally they cry a lot until 6 months. It's only around 6 months that they will start to laugh, but otherwise they tend to keep on crying. ചിലപ്പം ചില അമ്മമാർ എന്തുവാടാ കിടന്നോണ്ട് കീറുന്നേ, എന്തുവാടാ കിടന്നോണ്ട് കരയുന്നേ, നീ ഒന്നും മിണ്ടാതിരി എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. So I've heard where parents or mothers have scolded the kids, hey, why are you crying all the time, can't you keep silent for some time? എന്നാൽ ഒരുപക്ഷെ കുഞ്ഞ് അവിടെ കിടന്ന് അലറി കരയുന്നുണ്ടെങ്കിൽ പോലും അവര് വിശ്വസിച്ചു, ഒരിക്കലും ഈ ശത്രുവിന്റെ കയ്യിലോട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ കരഞ്ഞാലും ആ കേൾക്കാതിരിക്കാൻ മാത്രം മറ്റുള്ളവരെ ചെവിയടയ്ക്കാൻ എന്റെ ദൈവത്തിന് സാധിക്കും. Yes, but they were so confident that even if he cries, it does not matter. God will protect him, and God is able to shut the ears of the people so that he is out of danger. Our optimistic thinking എന്താണെന്നറിയാമോ? ഞങ്ങൾ ഈ കുഞ്ഞിനെ 3 മാസം ഇതിനകത്തൊന്ന് ഒളിപ്പിച്ചു വെക്കാൻ പോവാ. Their decision of their optimistic thinking was this, to hide him in his house for 3 months. മനസ്സിലായി 3 മാസം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ ഇതിനെ ഇവിടെ വെച്ചോണ്ടിരുന്നത് ശരിയാകത്തില്ല, എല്ലാവരും അറിയും. They realize it's 3 months. Now it's dangerous. We have to remove before people come to know. ഒരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി സ്തോത്രം ഒരു ബോക്സിനകത്താക്കി ഞാങ്ങടകളുടെ റീഡ് അതിനകത്തേക്ക് വിട്ടിട്ട് അവിടെ നമുക്ക് നോക്കി നിൽക്കാം ഈ കുഞ്ഞിന് എന്താ സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് അപ്പോഴും വിശ്വാസമാ ഈ കുഞ്ഞിന് ഒരു നാശം സംഭവിക്കത്തില്ല, കുഞ്ഞ് വളരും. And at that point of time they put Moses in a basket full of reed, and they were full of hope and optimism that nothing wrong will happen to their kid. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കാനുള്ള ചോദ്യം, ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ, ഫാദേഴ്സിനോട് മാത്രമല്ല മദേഴ്സിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അകത്ത് എത്ര പേർക്ക് ഈ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്? May I ask you, fathers and mothers, how many of you are full of optimism? എത്ര പേര് വിശ്വസിക്കുന്ന എന്നെ കർത്താവ് കൈവിടത്തില്ല? എത്ര പേര് വിശ്വസിക്കുന്ന എന്റെ മക്കളെ കർത്താവ് കൈവിടത്തില്ല, എന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസമകത്തുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. How many of you believe that God will not forsake me or my family or my kids? I thank every one of you who are filled with the spirit of optimism. രണ്ടാമതായിട്ട് മാതാപിതാക്കളിൽ നിന്ന് മോസസിലേക്ക് പകരപ്പെട്ടതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. The second good thing that Moses received from his parents is self identification. സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, as a skill to recognize one's own identification, self. നമ്മുടെയൊക്കെ ചില സമയത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,
നമുക്ക് നമ്മളെ അറിയത്തില്ല, പക്ഷെ മറ്റു പലരെ അറിയാം. Most of us know others more than we know about ourselves. നമ്മൾ പറയും അവരങ്ങനെ, ഇവരിങ്ങനെ, അവിടെ കാണുന്ന പുള്ളി അങ്ങനെ, ഈ പുള്ളിക്കാരി ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ നമ്മൾ ആരാന്ന് പലപ്പോഴും എന്ത് ചെയ്യും? Most of the time we go around telling he is this or she is that, but we do not know how we are. ലോകത്തിലെ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അറിയുന്ന കേട്ടോ. The greatest understanding is the understanding about oneself. കർത്താവിനെ നന്നായിട്ട് അറിഞ്ഞവർ, യേശുക്രിസ്തുവുമായിട്ട് നല്ലൊരു എൻകൗണ്ടർ കിട്ടിയവർ പിന്നെ മറ്റുള്ളവരുടെ കാര്യമല്ല അന്വേഷിക്കുന്നത്, സ്വയമായിട്ട് എനിക്ക് എത്രത്തോളം നന്നാകാം എന്നാണ് ചിന്തിക്കുന്നത്. A true child of God who had a real encounter with Lord Jesus Christ will not think much about others, but would try to think about himself or herself. മാതാപിതാക്കൾ മോസസിനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലുണ്ട്. അവൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ അവരെ പോലെയല്ല, ഞാൻ ഇവരെ പോലെയല്ല, ഞാൻ ഈജിപ്തിലെ ആൾക്കാരെ പോലെയല്ല, ഞാൻ മിസ്രയീമിലെ അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പേരുണ്ടെങ്കിലും മറ്റു മക്കളെ പോലെയല്ല, ഞാനൊരു എബ്രായനാണ്. Yes, Moses always had that realization that though he is the son of Pharaoh's daughter, but he is set apart, that he is not like others and he is set apart. ആമേൻ. അവൻ അകത്തേക്ക് മാതാപിതാക്കൾ ലഭിച്ചതായിരിക്കുന്ന ആ പകർച്ച എന്താണെന്ന് അറിയാമോ? അവൻ ആരാണെന്നുള്ള ബോധ്യം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. He always had that realization because of his parents' constant reminders that he is set apart, he knows about himself. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എക്സോഡസ് ചാപ്റ്റർ 2 verse 11, അത് വായിക്കുമ്പോൾ അവന്റെ അകത്ത് മാതാപിതാക്കൾ പകർന്നു കൊടുത്തതായ ആ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഇതായിരിക്കുന്ന സ്വഭാവത്തെ കാണാൻ സാധിക്കും. And we can see that self identification nature when we read Exodus 2 verse 11. വായിക്കാമോ? One day, when Moses had grown up, he went out to his people and looked on their burdens. And he saw an Egyptian beating a Hebrew, one of his people. അവൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് എന്താ കണ്ടു? When he went out, what did he see? ആദ്യം എന്താ കണ്ടു? ആര് തമ്മിൽ അടി ഉണ്ടാക്കുന്നത്? Who are fighting? ഒരു ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ മിസ്രൈമൻ എന്ത് ചെയ്യുന്നു? ഒരു ഹീബ്രുവിനെ, എബ്രായനെ എന്ത് ചെയ്യുന്നു? അടിക്കുന്നു. He saw first an Egyptian beating a Hebrew person. പുള്ളി എന്തോ ചെയ്തു? What did he do? മിസ്രൈമിനിട്ട് ഒരൊറ്റ അടി കൊടുത്തു. He struck the Egyptian അവൻ മരിച്ചു. and he died, അവിടെ തന്നെ മണ്ണ് കുഴിച്ചാണ് കൂടി. and he buried him over there. കണ്ടോടെ? അവൻ ആദ്യത്തെ അവന്റെ റിയാക്ഷൻ ഇതാ, ഇത് കണ്ടു കഴിഞ്ഞപ്പം. So when he saw that, look at his reaction. പക്ഷെ രണ്ടാമത്തെ കാര്യം അവിടെ താഴോട്ട് എഴുതുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്തറിയാമോ? And as we read further, വായിച്ചേ. അടുത്തത് ഞാൻ ഈ വാക്യം വായിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ചിന്ത എന്തറിയോ? നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും പല കാര്യങ്ങളും കാണുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്ന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആദ്യത്തെ പുള്ളികൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന ഉടനെ അവന് മനസ്സിലായടാ ഇവർ രണ്ടുപേരും ആരാ? മിസ്രയീമ്യരാണ്, ഇവർ അടി ഉണ്ടാക്കി ചാകത്തേ ഉള്ളൂ, എന്നാ പിന്നെ ഞാൻ ഒരുത്തിനെ അങ്ങനെ ചെയ്തേക്കാം, കൊന്നേക്കാം. So it is natural to react in such a way to kill someone who is not of your tribe. But later, when he saw people of his own tribe fighting, he is inquiring of them. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ താൻ കാണുന്നത് എന്തറിയാമോ? രണ്ട് എബ്രായർ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. അന്നേരം അവൻ ആരെ അടിക്കാൻ പോയില്ല, കണ്ടോ? ഒരു ബോധമുണ്ട്. So we can see that he knows while he struck the Egyptian in the first instance, second instance he saw his own people fighting, he didn't strike them. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ഉള്ളി ബോധമുണ്ട്. So sometimes we say, oh, that guy has some sense. അവന് മനസ്സിലായി എന്തെന്നറിയോ? ഇപ്പൊ ഇതിനകത്ത് ചെന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ആ പ്രശ്നം അങ്ങനെ ചെയ്തേക്കാം, സോൾവ് ചെയ്യാൻ. So he realized he need to have a different action. He asked them to just solve it. എങ്ങനെയാ സോൾവ് ചെയ്തത്? How did he solve? പുള്ളി എന്ന് വെച്ച് പറഞ്ഞ എന്താണെന്നറിയോ? Do you know what he said? നമ്മളൊക്കെ സഹോദരന്മാരല്ലേ, എന്തിനാണ് നമ്മൾ അടി ഉണ്ടാക്കുന്നത്? Why are we fighting? എത്ര ക്ലേവർ ആയിട്ടാണ് പുള്ളി അവിടെ ചെന്നത്. എന്താണെന്നറിയോ? He's so shrewd. ഈ ആദ്യത്തെ പ്രാവശ്യം ഒരുത്തനെ കൊന്നിട്ട് കുഴിച്ചു മൂടി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോ അവൻ എന്തോ പറഞ്ഞു? പ്രശ്നം പരിഹരിക്കാനാ നോക്കി. കാരണം അവനും മനസ്സിലായി ഇതിനകത്ത് ആരുണ്ട്?
എന്റെ സ്വന്തക്കാരനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മരിക്കാൻ പാടില്ല. ഞാനൊരു എബ്രായനാണ്, അവനും എബ്രായനാണ്, അവനും മരിച്ചു പോകാതിരിക്കേണ്ടതിന് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ സോൾവ് ചെയ്തു. So the first time he struck, killed, buried, but the second time he was counseling them to resolve, and he was trying to end the matter in a very smooth way. അമ്മ രണ്ടുപേരോട് എന്താ ചോദിച്ചെന്നറിയോ? What did they ask him? എടാ നീ ആരാ? Who are you? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് നീ ആരാ ഇതിനകത്ത് ഇടപെടാൻ? നീ ആരാ? ഞങ്ങളുടെ ന്യായാധിപനാണോ? It's our matter. Are you our judge? അപ്പൊ പുള്ളി എന്താ ചെയ്തു? What did he say? ഞാൻ ആരും നിനക്ക് കാണിച്ചു തരാന്നാണോ പറഞ്ഞേ? Did he say, let me show you something? പുള്ളി എന്ത് ചെയ്തു? ഇവിടുത്തെ രക്ഷപ്പെട്ടു. He ran away from that ഇപ്പൊ place. He ബുദ്ധിയുണ്ടോ? escaped. ബുദ്ധിയുണ്ടോ? Is he ഈ smart? ബുദ്ധി എവിടുന്ന് കിട്ടി? From where did he get this അവൻ wisdom? യഥാർത്ഥത്തിൽ എബ്രായനാണെന്നുള്ള ചിന്ത തന്റെ മാതാപിതാക്കളിൽ നിന്ന് അവന്റെ ചെവിയിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. നീ ആരാണെന്ന് എപ്പോഴും ഓർത്തോണം. അവൻ ഏത് ലോകത്തിൽ നീ പോയാലും, ഏത് രാജ്യത്തിൽ നീ പോയാലും, നീ ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടായിരിക്കണം. യു ആർ എ സെപ്പറേറ്റഡ് പേഴ്സൺ for Almighty God. Because of his parents' instructions, he realized that he is a Hebrew set apart for the Lord. Hallelujah. Wherever he is. ആമേൻ. എവിടുന്നാ കിട്ടിയത് ഈ കാഴ്ചപ്പാട്? എവിടുന്നാ കിട്ടിയത്? Where did he get this vision? തന്റെ മാതാപിതാക്കളിൽ നിന്ന്. From his parents. ഒരു വേർപെട്ട ജീവിതം നമ്മൾ നയിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നയിക്കണമെന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ ഈ ലോകക്കാരല്ല, ഈ ലോകത്തിൽ നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുക. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഒരു വേർപെട്ട ജീവിതം വേണം നിങ്ങൾ നയിക്കാനെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുനാൾ തൊട്ടേ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അവർ ഗ്രോണപ്പ് ആയതിനു ശേഷം പറഞ്ഞു കൊടുത്താൽ അവർ അനുസരിക്കത്തില്ല. ചെറുപ്പം തൊട്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അപ്പന്മാരെ, അമ്മമാരെ ഞാൻ എടുത്തു പറയുന്നു, അവർക്ക് നിങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ അവർ വളർന്നു വരുമ്പോൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. Right from childhood, it is very important that parents keep on instructing and teaching their children the ways of the Lord, and to make them realize that we are separated from others and we need to be separated. മൂന്നാമത്തെ കാര്യം, Third, ഒരു സ്ട്രോങ് ഫെയ്ത്ത്, ഒരു ശക്തമായ വിശ്വാസം മാതാപിതാക്കൾ കുഞ്ഞാകുന്ന മോസസിലേക്ക് പകർന്നു കൊടുത്തു. and we can see that the parents imparted a strong faith to Moses. ആ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 23 and 24 ഇത് രണ്ടും നമ്മൾ കാണാൻ സാധിക്കുന്നത്. We can see that in Hebrews 11, 23 and 24. മാതാപിതാക്കളിൽ ഉണ്ടായിരുന്ന വിശ്വാസം ചാപ്റ്റർ 11 വേഴ്സ് 23 മോശയുടെ വിശ്വാസം ചാപ്റ്റർ 11 വേഴ്സ് 24 കാണാം. The Moses, when he was born, was hid for 3 months by his parents because they saw that the child was beautiful and they were not afraid of the king's edict. നോക്കണം. അപ്പൊ ഇവരുടെ വിശ്വാസം എന്തായിരുന്നു? മാതാപിതാക്കളുടെ വിശ്വാസം എന്താ? 23 വാക്യത്തിൽ what were their faith of the parents in verse 23? ബൈ ഫെയ്ത്ത് മോസസ് എന്ന് പറഞ്ഞാൽ മോസസിന്റെ ഫെയ്ത്ത് കാരണമല്ല. It's not because of Moses' faith. 23 വാക്യത്തിൽ ആരുടെ ഫെയ്ത്താ? അവന്റെ അപ്പന്റെയും അമ്മയുടെ ഫെയ്ത്ത് ആണ്. എന്താണെന്നറിയാമോ? ഈ കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്, ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, കാരണം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കളാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു വിശ്വാസം അവർ അന്നേരം കാത്തു സൂക്ഷിച്ചു. The parents realized that they were separated and they held on to their faith and they were believing in God. ആ ദൈവത്തിൽ ആഴമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് മോസസിന് എന്ത് ചെയ്തത്? 3 മാസം ഒളിപ്പിച്ചു വെച്ചു. And because they had deep faith in God, that's the reason that prompted them to hide Moses for 3 months. ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ മോശെ കുഞ്ഞിനെ എന്ത് ചെയ്തത്? ആ നദിയുടെ അരികിൽ ഞാങ്ങടയുടെ ഇടയിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ടത്. And because of the deep faith, they put Moses in the river Nile among the... No problem. ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവൻ ആ മോശയുടെ സ്വന്തം സഹോദരി എന്ത് ചെയ്തത്? മാറി എന്നവിടെ നോക്കിക്കൊണ്ടിരുന്നു, ഇവൻ എന്താ And സംഭവിക്കുന്നത്. because of the deep faith, we can see his sister far away watching his movement. അവൻ വിശ്വാസമുള്ളവര് അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയാമോ? എന്തൊക്കെയോ ഈ കുഞ്ഞിനെ സംഭവിക്കാൻ പോകുകയാണ്, എന്തൊക്കെയോ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്, ദൈവം അവനെ സൂക്ഷിക്കാൻ പോകണമെന്നുള്ള ഉറപ്പോടുകൂടെ അവർ മാറി എന്ന് ആ കുഞ്ഞിനെ നോക്കുകയാണ്. And they were watching him from a distance with a hope that God has something kept for him in the future. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ അകത്തുള്ളതായിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord enable us parents to pass on our good faith to our children. 24 വാക്യത്തിലോട്ട് വരുമ്പോൾ കുഞ്ഞാകുന്ന മോശ വളർന്നു വന്നപ്പോൾ അവനും എന്തുണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ വായിക്കുന്ന? വിശ്വാസത്താൽ ശ്രദ്ധിക്കുക, വിശ്വാസത്താലാണ് ആരും വളരുന്നേ? മോശ വളരുന്നേ. കാരണം എന്താ? മാതാപിതാക്കൾക്ക് എന്തുണ്ടായിരുന്നു?
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്തും എന്തുണ്ടാകും? വിശ്വാസം ഉണ്ടാകും. If the parents have faith, what happens is even the children will grow up in faith. അപ്പൊ അതുണ്ടാകാൻ കർത്താവ് സഹായിക്കട്ടെ. May the Lord enable our kids to have faith. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. Next is extremely important. മാതാപിതാക്കളുടെ ജീവിതത്തിൽ കറേജ് ഉണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. Parents were full of courage, boldness. മോശയുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? And so what did Moses also have? ഞാൻ പറയാം. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ 23 27 നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, 23 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആ ആ ആ ഓക്കെ, രാജാവിന്റെ കൽപ്പന എന്തായിരുന്നു? What was the king's edict? കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നു കളയണം. Kill all the male children. പക്ഷെ ഇവിടെ വായിച്ചത് എന്താ? What did we read? രാജാവിന്റെ കൽപ്പനയെ ഗണ്യമാക്കാതെ, ഭയപ്പെടാതെ അവരെന്ത് ചെയ്തു? 3 മാസം കുഞ്ഞിനെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. They ignored the king's edict and fearlessly they hid their child for 3 months. ഭയമില്ലാതെ കുഞ്ഞിനെ 3 മാസം അവിടെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ അകത്തുള്ള ധൈര്യം എത്രയാണെന്ന് ഓർത്തു വെച്ചു. Just imagine the courage the parents had if they could fearlessly disobey the king's orders and hide their son. ആ രാജാവിനെ ഭയമില്ലാത്ത അപ്പന്റെ അമ്മയുടെ മോന് വളർന്നു വന്നപ്പോൾ അവനെ കുറിച്ച് 27 വാക്യത്തിൽ വായിക്കുന്നു. അത് തന്നെയാ. And ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ധൈര്യമുള്ള, ആമേൻ, ഈ ലോകത്തിലെ രാജാക്കന്മാരെ ഭയമില്ലാത്ത മാതാപിതാക്കളെ, ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എന്തുണ്ടാകും? ധൈര്യമുണ്ടാകും, ധൈര്യമുണ്ടാകും. so because of the parents, even our kids will receive boldness and courage. ഇപ്പൊ കുറെ നാളായി ഈ ട്രാൻസ്ലേഷൻ പരിപാടി നടത്തിയിട്ട്, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു തപ്പലുണ്ട് കേട്ടോ. ക്ഷമിക്കണം, അത് ശരിയാവും. എനിക്ക് ഒരു ആ ഗ്യാപ്പ് വരുന്നില്ല. ഓക്കെ. അപ്പം ആമേൻ, എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം ഈ ധൈര്യം അകത്തുള്ളതായിരിക്കുന്ന മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന മോസസിന് ഇപ്പൊ എന്തുണ്ട്? ഭയങ്കര ധൈര്യമാണ്. So right now, what does Moses possess because of his parents? He is truly fearless. മോശയുടെ ഫറവോന് ഇവിടെ മിസ്രൈം വെച്ച് പിന്നെ അടുത്ത ഘട്ടത്തിൽ എന്താ, ഇസ്രായേൽ ജനത്തെ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് മോശയോട് അമ്മൻ ഫറവോൻ ഫറവോനോട് മോശ എന്ത് പറയുന്നത്? ഞങ്ങളുടെ ജനത്തെ എന്ത് ചെയ്യണം? So Moses goes to Pharaoh and says, let my people go. എന്ത് ധൈര്യം അവനുള്ള! What courage. ഒരു രാജാവിന്റെ മുമ്പിൽ പോയി എന്തുകൊണ്ട് ഈ ചെറിയ മനുഷ്യൻ പറയാ ഞങ്ങളുടെ ജനത്തേക്ക് ഇവിടുന്ന് വിടണം. He goes to the presence of the king and says, let my people go. എവിടുന്ന് കിട്ടി മോസസിന് From ധൈര്യം? where did he get this boldness? എവിടുന്ന് കിട്ടി മോസസിന് ധൈര്യം? From how did he become so fearless? അവന്റെ മാതാപിതാക്കൾ ധൈര്യമുള്ളവരായിരുന്നു. His parents were fearless. ആ ധൈര്യം ഇവനിലേക്ക് കയറിയപ്പോൾ അവൻ പറയുകയാണ്, ഒരു രാജാവിനെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, എന്റെ മാതാപിതാക്കളുടെ ധൈര്യമുണ്ട്, പിന്നെ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. My God is with me at that faith. My parents are strong. Therefore, he was also fearless. He didn't fear the king. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ സ്വയം ധൈര്യം ഉണ്ടാക്കിയെടുത്തതല്ല, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത കാരണം നമ്മുടെ അകത്ത് ധൈര്യം കയറിയതാ. Dear parents, we did not develop that kind of fearlessness, but it is the faith and hope in God. As a result, we received it. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ചിലരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെങ്കിലും അവൻ ഏകരായി വിശ്വാസത്തിന്റെ ഇറങ്ങി തിരിച്ചവർ കാണും. And several of you and your parents might have come out alone. എൻ്റെ ഫാദറും എൻ്റെ ആന്റിയൊക്കെ യാക്കോബ സഭ വിട്ടിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിലോട്ട് വരുന്ന ഉടനെ എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു വീട്ടിൽ കയറി പോലെന്ന് പറഞ്ഞു. അവർ വീട് വിട്ടിറങ്ങി. So parents or grandmother. Okay. So when pastors, grandmother and parents, when they left the Jacobite church, they were threatened. They were asked not to ever step into their house. അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ അവരോട് പറഞ്ഞു നീ വീട്ടിലോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗ്രാൻഡ് മദർ ഉണ്ടല്ലോ, അവരുടെ ഈ യാക്കോബ ചർച്ചിൽ ബദനിയൊക്കെ ഉണ്ടല്ലോ, ബദനിക്കകത്തൊക്കെ പഠിച്ച് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞേ. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പാരൻസിനോടും എൻ്റെ ആന്റിയോടും ഒക്കെ ഈ അമ്മച്ചി തന്നെ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ ചർച്ചിലോട്ട് വരുവാൻ. Or the same grandmother who asked them not to step into our house. After a few months or weeks or years, she told my parents and aunt that I'm also coming to church along with all of you. അമ്മച്ചി മരിക്കുന്ന, എൻ്റെ വല്യമ്മച്ചി മരിക്കുന്ന 99 years ഓൾഡിലാണ്. ആ സമയം വരെ, തലേ ദിവസം വരെ അവിടെ വന്ന് എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. My grandmother passed away at the age of 99. Until the last day, she was speaking the gospel. ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ ഏകരായ ദൈവത്തിന് ഇറങ്ങി തിരിച്ച്
അവർക്ക് ആ ധൈര്യം കർത്താവ് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് വരെ നിലനിൽക്കുന്നത്. അതേ ധൈര്യം അവിടെ തലമുറകളിലേക്കും കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. Lots of people, when they came out for the Lord, they fearlessly stood and withstood every opposition, but the Lord strengthened them. In the same manner we can see in the life of അപ്പൊ Moses. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച കറേജ്, ആ ധൈര്യം അവർക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അടുത്തതായിട്ട് ഒരു വിഷൻ അവരുടെ അകത്തുണ്ടായിരുന്നു. ആ വിഷൻ ഈ കുഞ്ഞിന്റെ അകത്തോട്ട് കൊടുത്തു. And we can also see that they further imparted vision to their child. ഒരു ദർശനമുള്ള മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ദർശനത്തോടെ വളർത്തും. How will the parents who have vision, how will they raise their children? With vision. മാതാപിതാക്കളുടെ അകത്തുള്ളതായിരിക്കുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ, ആ വിഷൻ എങ്ങോട്ട് പകർന്നു കൊടുക്കും? കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും ചെറുപ്പം തൊട്ട്. The vision of the parents will be transferred, imparted to their children right from childhood. ചാപ്റ്റർ 11 വേഴ്സ് 23 ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 23 നമ്മൾ വായിക്കുന്നത്, മോശ അതിസുന്ദരൻ എന്ന് അവരെന്ത് ചെയ്തു? കണ്ടു. Verse 23, we can see that they saw Moses was beautiful. എപ്പോഴാ കണ്ടേ? When did they see? ജനിച്ചപ്പോഴേ അവർ കുഞ്ഞിനെ എന്ത് ചെയ്തു? നോക്കി. When he was നോക്കണം. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കണം. When he was born itself, they looked at him. അത് മാത്രമല്ല, അവർ കണ്ട സൗന്ദര്യം എന്താണെന്നറിയാമോ? വെറുതെ ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ല, ഒരു ദൈവീക സൗന്ദര്യം അവന്റെ അകത്തുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. They realized that it's not just the outward appearance or beauty, but there is some inward beauty. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 വേഴ്സ് 20 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. Acts 7:20, it is written about the inward beauty. Can you read that verse? Acts chapter 7 verse 20. At that time, Moses was born, and he was no ordinary child. For 3 months he was cared for by his father. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷിൽ ഹി വാസ് നോട്ട് ആൻ ഓർഡിനറി ചൈൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ. മലയാളത്തിലോ? ഓ, ദിവ്യസുന്ദരം എന്ന് പറഞ്ഞാൽ അർത്ഥം Divinely beautiful. ഡിവൈൻലി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ ആരാ പ്രസംഗിക്കുന്നത്? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുമ്പേ പുള്ളി ഒരു പ്രസംഗമൊക്കെ നടത്തി. ഒറ്റ പ്രസംഗം സ്തേഫാനോസ് പ്രസംഗിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? We know that Stephen, before he was martyred, just gave one sermon. That's the time he spoke about his divine beauty. ആ പ്രസംഗത്തിനകത്ത് മോസസിനെ ഉൾപ്പെടുത്താൻ അവൻ മറന്നുപോയില്ല. He didn't forget Moses in his sermon. മോശയുടെ ജനനം മുതലുള്ളതായ കാര്യങ്ങള് അവൻ സ്റ്റീഫനോട് പറഞ്ഞു വരുമ്പോൾ അവൻ പറയുകയായിരുന്നു, മോസസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ആരായിരുന്നു? ദിവ്യസുന്ദരനായിരുന്നു. And Stephen started to speak about Moses at his birth, that he was divinely beautiful. ഒരു കുഞ്ഞിന്റെ അകത്ത് ഒരു ദിവ്യ സൗന്ദര്യം കാണാൻ പറ്റുന്ന മാതാപിതാക്കൾ സ്തോത്രം, ആ വിഷനോട് കൂടെ തന്നെ ആ കുഞ്ഞുങ്ങൾക്കും അത് പകർന്നു കൊടുക്കാനിടയായി തീരും. The parents had that vision and they were able to impart to their child. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മാതാപിതാക്കളെ, നമുക്കിന്ന് പകൽക്കാലം നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് എന്താ ഒരു വിളിയുള്ളതെന്ന്. As parents, let us realize the calling of our children. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് എന്തിനാ വിളിച്ചെന്നുള്ള ആ വിളിയെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കും. We must recognize the call by God towards our children. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന ടാലന്റ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം, റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. We must be able to understand the talents that God has given our children and accordingly encourage and raise them up. എത്ര പേര് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരുടെ അകത്തുള്ളതായിരിക്കുന്ന താലന്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ കൃപ തരണമെന്ന്. How many of you will pray to God to give you the grace to recognize the talents and the call that God has given to your children? ഞാന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയം തൊട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുള്ളതായിരിക്കും ചിന്തയാണ്, നമുക്ക് എന്താ കിട്ടിയാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കണം, ഒരു പോർഷൻ കൊടുക്കണമെന്ന്. ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാ, നിങ്ങളെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക, ജോലി കിട്ടും, ജോലി കിട്ടി കഴിയുമ്പം നിങ്ങൾക്ക് പണം കൈ വരും, ഉടനെ എന്തോ ചെയ്യലെന്നറിയാമോ? ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ, ഞാൻ എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയതാ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചിലവാക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴും ഇവർ ഓർക്കുന്നുണ്ട്. ജോലി കിട്ടി, പണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നല്ലൊരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി കൊടുക്കണം.
ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്. അവിടെ കൊടുത്തിരിക്കണം. ഇതല്ലാതെ നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. Right from childhood, we have been training our children, telling them again and again that when you start earning income, a good portion, you must use it for God and His ministry. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ തന്നെ അനുഭവിച്ചോട് തീർക്കാനുള്ളതല്ല, അവൻ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനുള്ളതാണ്. അവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം. We must train our children and teach them that what we earn is not just for ourselves, but a certain portion is definitely for ministry and for God. അങ്ങനെ ഒരു വിഷൻ അവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു വിഷൻ അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണം? ആ വിഷൻ ഉണ്ടായിരിക്കണം. In order to transfer or transmit a vision to our children, we ourselves must have a vision. പെട്ടെന്ന് 4-5 കാര്യങ്ങൾ അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-5 things quickly I'll be saying. അതിനുശേഷം നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ ഡാഡ്സിനു വേണ്ടിയും നമ്മുടെ എല്ലാ ഫാദേഴ്സിനു വേണ്ടിയും ആമേൻ, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ മതി. ഇവിടെ ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. After that, we will definitely pray for all the fathers here. അപ്പൊ നമുക്ക് എല്ലാവർക്കും ദിവസം ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes for a few seconds. നമ്മൾ ഇത്രയും നേരം മോസസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു. We were hearing about Moses all this while. മോസസിന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് തന്റെ മാതാപിതാക്കള് സ്തോത്രം ഒരു വലിയ പകർച്ച കൊടുത്തത്, എങ്ങനെയാണ് അത് സ്വാധീനിച്ചത് നമ്മൾ കാണാനിടയായി. How did his parents impart and how did his parents influence Moses? മോസസിന്റെ മാതാപിതാക്കൾ ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ഉള്ളവരായിരുന്നു. അവൻ ശുഭാപ്ത വിശ്വാസമുള്ളവരായിരുന്നു. Parents were thinking optimistic. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ. They were seeing everything in a positive way. അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരപ്പെടാനിടയായി തീരും. And therefore it will impart to their children as well. സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ അത് പകർന്നു കൊടുത്തവരായിരുന്നു തന്റെ മാതാപിതാക്കൾ. And parents also taught about self-identification to the child. എവിടെ ദൈവം അയച്ചാലും അവിടെ എല്ലാം വേർപെട്ട ജീവിതം നയിക്കണമെന്ന്, ഈ ലോകത്തിന് അനുരൂപരാകാതെ ആമേൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണമെന്നുള്ളതായിരിക്കുന്ന ബോധ്യം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്ത നല്ല മാതാപിതാക്കൾ. Parents taught the children, wherever you go, you belong to the Lord. Do not walk according to the pattern of this world. തന്റെ മാതാപിതാക്കൾ സ്ട്രോങ് ഫെയ്ത്ത് ഉള്ളവരായിരുന്നു. ആ ഫെയ്ത്ത്, ആ വിശ്വാസം തന്റെ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു. Parents had full of strong faith. They could transfer that to their child as well. മോശയുടെ മാതാപിതാക്കൾ വളരെ ധൈര്യമുള്ളവരായിരുന്നു. ആ ധൈര്യം തന്നെ അവന്റെ കുഞ്ഞിലേക്ക് അവർ പകർന്നു കൊടുക്കുവാനിടയായി. They were fearless and courageous and they could transfer that to their child. മോശയുടെ മാതാപിതാക്കൾ വിഷൻ ഉള്ളവരായിരുന്നു, ദർശനമുള്ളവരായിരുന്നു. ആ ദർശനം തന്നെ അവൻ മോസസിലേക്കും അവൻ പ്രിയപ്പെട്ടവർ പകർന്നു കൊടുത്തു. His parents were visionaries and they could transfer vision to their children. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, അവൻ മാതാപിതാക്കൾ എന്ന ഞങ്ങളുടെ അകത്ത് ആ ഒരു വലിയ വിഷൻ തരുമാറാകണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല വിഷൻ ഞങ്ങൾക്ക് തരണമേ എന്ന് എത്ര പേർക്ക് How പ്രാർത്ഥിക്കാൻ many സാധിക്കും? parents will pray, Lord, give us that vision for our children? അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray for us to give grace, to receive grace to impart to our children. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇവിടെയുള്ളതായി നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ ആമേൻ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആമേൻ ഡാഡ്സ്, എല്ലാ ഫാദേഴ്സും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I'm going to pray for all the fathers. May I request all to stand?